There are four modules in this paper. First one is financial asset, second one is capital market, third one is the primary market, and the fourth the secondary market, stock exchange. Now we are moving to first module, financial assets. An asset is a resource with economic value that an individual, corporation, or country own or controls with the expectation that it will provide future benefit. ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അസറ്റ് എന്ന് പറയുക. ആൻ അസറ്റ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് സംതിങ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ ക്യാൻ ജനറേറ്റ് ക്യാഷ് ഫ്ലോ. അതായത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഫ്ലോ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് എടുത്തു വെക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ ഭാവിയിൽ നമ്മളുടെ എക്സ്പെൻസസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം അസറ്റ്സുകൾ എടുത്തു വെക്കുന്നത്. എന്താണ് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്? എ ഫിനാൻഷ്യൽ അസറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ് whose value is derived from a contractual claim such as bank deposit, bond and stock. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങനെ തൊട്ട് അറിയാൻ പറ്റാത്ത അസറ്റ്സിനെയാണ് എന്ത് പറയുക? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുക. അങ്ങനെ എക്സാമ്പിൾസാണ് എന്താണ്? ബാങ്ക് ഡെപ്പോസിറ്റ്, ബോണ്ട്, സ്റ്റോക്ക് എന്നിവയെല്ലാം. ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ യൂഷ്വലി മോർ ലിക്വിഡ് ദാൻ അതർ ടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ് കമോഡിറ്റീസ് ഓർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് മേ ബി ട്രേഡഡ് ഓൺ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുക. അതർ ദാൻ എന്താണ് നമുക്ക് തൊടാൻ പറ്റുന്ന അസറ്റ്സ്. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? തൊടാം. പക്ഷേ അത് വിറ്റ് വരാനും മറ്റുള്ളതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ലിക്വിഡ് ക്യാഷായിട്ട് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ബോണ്ടാണ് നമ്മളുടെ കയ്യിലെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റാണ് നമ്മളുടെ കയ്യിലെങ്കിൽ എന്ത് സാധിക്കും? നമുക്ക് എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുത്ത് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാഹനമാവാം, അല്ലെങ്കിൽ വല്ല ടെക്നോളജി നമ്മൾ എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ വല്ല മെഷീനറി ആവാം, അല്ലെങ്കിൽ ഫർണിച്ചർ ആവാം എന്നുള്ളതെല്ലാമാണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ്. ടു ടൈപ്പ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് ആർ കറണ്ട് ആൻഡ് ഫിക്സ്ഡ്. രണ്ട് തരത്തിലാണ് ടാഞ്ചിബിൾ അസറ്റ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കറണ്ട് ആൻഡ് ഫിക്സ്ഡ്. കറണ്ട് അസറ്റ്സ് ആർ ഇൻവെൻട്രി ഓർ items a company turn into cash usually by the end of the year. ഒരു വർഷത്തിൻ്റെ അവസാനം ക്യാഷാക്കി മാറ്റുന്ന അസറ്റ്സുകളെയാണ് എന്ത് പറയുക? കറണ്ട് അസറ്റ്സ് എന്ന് പറയുക. രണ്ടാമത് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് ആർ ഫിസിക്കൽ ഐറ്റം ദാറ്റ് വിൽ നോട്ട് ബി സോൾഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ ദ ബിസിനസ്. എന്താണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മളത് എന്ത് ചെയ്യില്ല? വിൽക്കില്ല. ഏതൊക്കെ അങ്ങനെയുള്ള ഐറ്റംസ് എന്തൊക്കെയാവും? മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, വെഹിക്കിൾസ്, ഭൂമി, ആൻഡ് ദേ ആർ നീഡഡ് ടു റൺ ദ ബിസിനസ് കണ്ടിന്യൂസ്ലി. അതായത് ഒരു ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ ആവശ്യമുള്ള മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, വെഹിക്കിൾസ്, ഭൂമി എന്നിവയാണ് നമ്മൾ എന്ത് പറയുക? അതെല്ലാമാണ് ഈ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഭവിക്കാൻ പറ്റാത്ത അസറ്റ്സാണ്. എന്തൊക്കെയാവാം? ചിലപ്പോൾ അത് പാറ്റൻ്റ് ആവാം, ട്രേഡ് മാർക്കുകളാവാം, ഫ്രാഞ്ചൈസീസ് ആവാം, ഗുഡ് വിൽ ആവാം, കോപ്പിറൈറ്റ് ആവാം. അതിന് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ
ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ എന്താവും നമ്മളുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഡൊമൈൻ നെയിമുകളാവാം, പെർഫോമൻസ് ഇവൻറ്റുകളാവാം, അത്തരത്തിലുള്ള അല്ലെങ്കിൽ ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് ആവാം, സർവീസ് കോൺട്രാക്റ്റുകളാവാം, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റ്സ് ആവാം, മനുസ്ക്രിപ്റ്റ്സ് ആവാം, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആവാം. ഇത്തരത്തിലുള്ള നമുക്ക് തൊട്ടനുഭവിക്കാൻ പറ്റാത്ത അസറ്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് നമ്മൾ പറയുക. അടുത്ത ഒരു കൺസെപ്റ്റ്സാണ് ഡെപ്റ്റ്. എന്താണ് ഡെപ്റ്റ്? ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കടം വാങ്ങുക എന്ന് പറയും. എന്താണ് മീനിങ് ഓഫ് ഡെപ്റ്റ്? ഡെപ്റ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് മണി ബോറോഡ് ബൈ വൺ പാർട്ടി ഫ്രം അനദർ. ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേറൊരു പാർട്ടി വാങ്ങുന്ന എമൗണ്ട് ഓഫ് മണിയെയാണ് നമ്മൾ എന്ത് പറയുക, ഡെപ്റ്റ് എന്ന് പറയാം. Debt is used by many corporations and individuals as a method of making large purchase that they could not afford under normal circumstances. എന്താണ് ഇത്? സാധാരണഗതിയിൽ ബിസിനസ്സിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ചിലപ്പോൾ എന്താവും, നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കോർപ്പറേഷനുകളും ഇൻഡിവിജ്വൽസും എല്ലാം ഒരു വലിയ പർച്ചേസ് നടത്താൻ പോകുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമ്മൾ പേ ചെയ്യാറുള്ളൂ ആ സമയത്ത്. പിന്നീടാവാം, ഘട്ടം ഘട്ടമായിട്ടാവും നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്ത് കൊടുക്കുക. അത്തരത്തിലുള്ള കടം വാങ്ങുന്നതിനെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയാം. എന്താണ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡെപ്റ്റ് ആർ? എന്താണ് ലോണാവാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡെപ്റ്റിൻ്റെ വിവിധമായിട്ടുള്ള ഫോമുകൾ എന്ന് പറയുന്നത് ലോണുകളാവാം, അല്ലെങ്കിൽ പണയം വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഓട്ടോ ലോൺസ് ആവാം, ക്രെഡിറ്റ് കാർഡുകളാവാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളാവാം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് മീനിങ് ഓഫ് ഇക്വിറ്റി. ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ലെസ് ദ വാല്യൂ ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓൺ ദാറ്റ് അസറ്റ്സ് ഈസ് കോൾഡ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി എന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള മൊത്തം അസറ്റിൽ നിന്ന് നമ്മളുടെ ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയാം. ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള മൊത്തം ആസ്തിയിൽ നിന്ന് നമ്മളുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ബാധ്യതകൾ കുറഞ്ഞ് ബാക്കി കിട്ടുന്നതിനെയാണ് എന്ത് പറയുക, ഇക്വിറ്റി എന്ന് പറയാം. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്? ഒന്നാമത് മണീനെസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ എ ഫിനാൻഷ്യൽ അസറ്റ് ഇൻ ടു മണി അറ്റ് ലിറ്റിൽ കോസ്റ്റ്, ഡിലേസ് ഓർ റിസ്ക്. എന്താണ്, ഒരു ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഡിലേ കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ചിലവ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു റിസ്ക് കൊണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റിനെ മണി രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മണീനെസ് എന്ന് പറയുക. ഡിവിസിബിലിറ്റി ആണ് അടുത്തത്. ഈസ് റിലേറ്റഡ് ടു ദ മിനിമം സൈസ് ഇൻ വിച്ച് എ ഫിനാൻഷ്യൽ അസറ്റ് ക്യാൻ ബി ലിക്വിഡേറ്റഡ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് ഫോർ മണി. എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മിനിമം സൈസ്, ഏറ്റവും ചെറിയ സൈസ്. എന്തിന്? ഒരു ഫിനാൻഷ്യൽ അസറ്റിനെ ലിക്വിഡേറ്റ് ആയിട്ട് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ സൈസിനെയാണ് എന്ത് പറയുക, ഡിവിസിബിലിറ്റി എന്ന് പറയുക. റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റെഫേർഡ് ടു ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ദാൻ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബാക്ക് ഇൻ ടു ക്യാഷ്. എന്താണ്, നമ്മൾ ആദ്യം ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് ആ ഫിനാൻഷ്യൽ അസറ്റിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഫിനാൻഷ്യൽ അസറ്റിനെ പിന്നീട് നമ്മൾ ക്യാഷായി മാറ്റിയിട്ട് ആ ഒരു പ്രോസസ്സിന് പുറത്തു വരുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് നമ്മൾ പറയുക. അടുത്തതാണ് ടേം ഓഫ് മെച്യൂരിറ്റി. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ അൺടിൽ ദ ഡേറ്റ് അറ്റ് വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു മേക്ക് ഇറ്റ്സ് ഫൈനൽ പേയ്മെൻറ്റ്. എന്താണ് ഒരു മെച്യൂരിറ്റി പീരീഡ്? ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടെല്ലാം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അതൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം.
ഈ മൊത്തം പേയ്മെൻറ്റ് നടത്താൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുക. അടുത്തതാണ് ലിക്വിഡിറ്റി. ഹൗ മച്ച് ദ സെല്ലർ സ്റ്റാൻഡ് ടു ലൂസ് ഇഫ് ഹി വിഷ് ടു സെൽ ഇമ്മീഡിയറ്റ്ലി റാദർ ദാൻ അലൗവിങ് സം ടൈം ടു പാസ്. എന്താണ്, നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഒരു അസറ്റ് പെട്ടെന്ന് നമുക്ക് വിറ്റഴിക്കണം. നമ്മളുടെ കയ്യിൽ ഉള്ള ഒരു അസറ്റ് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് വിറ്റഴിക്കണം. അതിന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് വിൽക്കുമ്പോൾ നമുക്കൊരു നഷ്ടം ഉണ്ടാവും. ആ നഷ്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക, ആ നഷ്ടം സഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡിറ്റി എന്ന് പറയുക. അടുത്തതാണ് കൺവേർട്ടബിലിറ്റി. കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ നോഷൻ ദാറ്റ് സം ഫിനാൻഷ്യൽ അസറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അസറ്റ്സ്. എന്താണ്, ഒരു ഫിനാൻഷ്യൽ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു അസറ്റാക്കി മാറ്റാൻ പറ്റും. ഒരു ഫിനാൻഷ്യൽ അസറ്റിനെ ഒരു അസറ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കൺവേർട്ടബിലിറ്റി എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കൺവേർട്ടബിൾ ബോണ്ട്. അടുത്തതാണ് കറൻസി. കറൻസി എന്ന് പറയുന്നത് ഈസ് റെഫർ ടു ദ ഫോറിൻ എക്സ്ചേഞ്ച് വാല്യൂ ഓർ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ഡൊമിനേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ അസറ്റ്. എന്താണ്, കറൻസി എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് വാല്യൂവിനെയാണ് നമ്മൾ കറൻസി എന്ന് പറയുക. ക്യാഷ് ഫ്ലോ ആൻഡ് റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റി. This is the cash yield of a financial asset per unit of time and consists of all cash distribution that the financial asset will pay to its owner. അടുത്തതാണ് കോംപ്ലക്സിറ്റി. This involves combination of two or more simple assets. For instance, a callable bond can be valued as a straight bond plus the value of the put option to the issuer. Tax statute refers to the taxability of interest income generated from a financial asset. എന്താണ്, ഒരു ടാക്സ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു എ ടാക്സബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റഡ് ഫ്രം എ ഫിനാൻഷ്യൽ അസറ്റിനെയാണ് എന്ത് പറയുക, ടാക്സ് എന്ന് പറയാം. അടുത്തതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ ബോർഡ് ടേം ഡിസ്ക്രൈബിംഗ് എനി മാർക്കറ്റ് പ്ലേസ് വെയർ ബയ്യർ ആൻഡ് സെല്ലർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് അസറ്റ്സ് സച്ച് ആസ് ഇക്വിറ്റി, ബോണ്ട്, കറൻസി ആൻഡ് ഡെറിവേറ്റീവ്സ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ്. എന്തിനെ സൂചിപ്പിക്കുന്നത്? ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഒരു മാർക്കറ്റ് പ്ലേസ് നമ്മളുടെ ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റ്, അവിടെ എന്തൊക്കെ വിൽക്കും? സാധാരണ മാർക്കറ്റിൽ അവിടെ പല സാധനങ്ങളും ആൾക്കാർ കൊണ്ടുവന്ന് കച്ചവടം നടത്തും. ഇപ്പോൾ ഒരു ഫിഷ് ഒരു മാർക്കറ്റാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഫിഷുകൾ ഉണ്ടാവും, ചിലപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മളെന്ത് പറയുക, ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ കച്ചവടം നടത്തുന്നത് എന്താണ്? ഫിനാൻഷ്യൽ കുറേ ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ട്. എന്താണ് അവിടെ ട്രേഡ് നടത്തുന്നത്? അവിടെ ട്രേഡ് നടത്തുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇക്വിറ്റികളാവാം, ബോണ്ടുകളാവാം, കറൻസീസ് ആവാം, ഡെറിവേറ്റീവ്സ് ആവാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആർ ടിപ്പിക്കലി ഡിഫൈൻഡ് ബൈ ഹാവിങ് ട്രാൻസ്പെറൻറ്റ് pricing, basic regulation on trading, cost and fee, and market forces determining the price of securities that trade. എന്താണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ് ഉണ്ടാവും. അതായത് നമ്മളുടെ മാർക്കറ്റ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൈസിങ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ അവിടെ അതിന് കൃത്യമായിട്ടുള്ള റെഗുലേഷൻ ഉണ്ടാവും എല്ലാ ട്രേഡിനും. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഫീസും ചിലവും മാർക്കറ്റ് തന്നെ തീരുമാനിക്കുന്ന പ്രൈസിലുമാണ് ആ ഒരു പ്രത്യേക ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കച്ചവടങ്ങൾ നടക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെല്ലർ ഉണ്ടാവും. സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് സപ്ലയർ അല്ലെങ്കിൽ ലെൻഡർ എന്ന് പറയും നമ്മൾ. ബയ്യർ ഉണ്ടാവും, അതായത് ഫണ്ട് ഡിമാൻഡർ, അത് ബയ്യർ. നമ്മൾ ബോണ്ടാണോ
അല്ലെങ്കിൽ ഇക്വിറ്റീസ് ആണോ, ഇക്വിറ്റീസൊക്കെ വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ബയ്യർ എന്ന് പറയുക. അല്ലെങ്കിൽ ഇക്വിറ്റീസ് എല്ലാം സെല്ല് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ സെല്ലർ എന്ന് പറയുക. അതുപോലെ തന്നെ അടുത്തതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു സെല്ലർ ഉണ്ടാവും, ഒരു ബയ്യർ ഉണ്ടാവും. അടുത്തതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകളാവാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആവാം. ഫിനാൻഷ്യൽ അസറ്റും സെക്യൂരിറ്റിയും ബോണ്ടൊക്കെ പോലുള്ള സാധനങ്ങൾ. പിന്നീട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് കച്ചവടം നടത്താൻ പ്രാപ്തരായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻ്റർമീഡിയറി ആയിട്ട് ഈ മാർക്കറ്റിൽ ഉണ്ടാവും. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. Classification of financial market. Financial market refers to a system through which funds are transferred from surplus sector to deficit sector. സർപ്ലസ് സെക്ടറിൽ നിന്ന് ഡെഫിസിറ്റ് ആയിട്ടുള്ള സെക്ടറിലേക്ക് ഫണ്ടുകളെ മാറ്റുന്നതിനെയാണ് എന്ത് പറയുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. On the basis of duration of financial assets and nature of product, the financial market is classified into 3. ഇതൊക്കെയാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ്? ഇറ്റ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച് ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഇൻ ടു 2 sectors, that is organized sector headed by RBI and unorganized sector no way related with RBI. Further, depending upon the type of instruments used, money is divided into various submark. അടുത്തതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഡീൽ വിത്ത് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്. It is a market for long-term instruments such as share, debentures and bonds. It also deals with term loans. This market is also divided into 2 types, primary or new issue market. എന്തൊക്കെയാണ് പ്രൈമറി ആൻഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ്ലി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി വിൽക്കുന്ന സ്ഥലമാണ്. ഓർ ഇഷ്യൂവർ റൈസസ് ന്യൂ ക്യാപിറ്റൽ. അതിലൂടെ ഇഷ്യൂവറിന് പുതിയ ക്യാപിറ്റൽ അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റൽ അക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറി മാർക്കറ്റ് ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എക്സിസ്റ്റ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. ഇഷ്യൂവർ ഡസ് നോട്ട് റൈസ് ന്യൂ ക്യാപിറ്റൽ. ഉള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. അവിടെ പുതിയ ഒരു ക്യാപിറ്റൽ ഇഷ്യൂവറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, അക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഉള്ള തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് മണി മാർക്കറ്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഇൻ ടു 2 sectors. 2 സെക്ടറിലേക്കുള്ള വാങ്ങൽ കൊടുക്കൽ നടത്തുന്ന സ്ഥലത്തിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആരൊക്കെ? ഒന്ന് ഓർഗനൈസ്ഡ് സെക്ടർ, അതായത് RBIയുടെ കീഴിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സെക്ടേഴ്സും, അതുപോലെ തന്നെ RBI ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സെക്ടേഴ്സും ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോയിങ് ലെൻഡിങ് നടത്തുന്ന സ്ഥലത്തിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. മൂന്നാമത്തെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു മണി മാർക്കറ്റ് പറഞ്ഞു, ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞു, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഇറ്റ് ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ദ എക്സ്ചേഞ്ചസ് ഓഫ് കറൻസീസ് വിൽ ടേക്ക് പ്ലേസ്. It is the market where currencies of different countries are purchased and sold. എന്താണ് ഇറ്റ് ഡീൽ വിത്ത് ദ ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ത് പറയുക? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയാം. അതാണ് ക്രെഡിറ്റ് മാർക്കറ്റ്. ക്രെഡിറ്റ് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് NBFCs എന്ത് ചെയ്യുക? ഷോർട്ട് ടേമും ലോങ് ടേമും മീഡിയം ടേമും ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുന്ന സ്ഥലത്തിനെയാണ് ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുക. ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്.
ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻ എ ബ്രോഡ് സെൻസ്, ഫിനാൻസ് റെഫേഴ്സ് ടു ഫണ്ട് ഓഫ് മോണിറ്ററി റിസോഴ്സസ് നീഡഡ് ബൈ ഇൻഡിവിജ്വൽ, ബിസിനസ് ഹൗസസ് ആൻഡ് ദ ഗവൺമെൻറ്. എന്താണ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഓഫ് മോണിറ്ററി റിസോഴ്സസ്. നമുക്ക് മോണിറ്ററി റിസോഴ്സസ് ആർക്കൊക്കെ? ഇൻഡിവിജ്വൽസിനും ബിസിനസ് ഹൗസസിനും ആൻഡ് സർക്കാരിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മളെന്ത് പറയുക? ഫിനാൻസ് എന്ന് പറയുക. ഫിനാൻസ് ഈസ് എ ഫെസിലിറ്റി ദാറ്റ് ബിൽഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡെഫിസിറ്റ് സെക്ടർ ടു സർപ്ലസ് സെക്ടർ ബൈ ഷിഫ്റ്റിംഗ് ഫണ്ട്. ഇതാണ് ഫിനാൻസ്. കൂടുതലുള്ള സെക്ടറുകളിൽ നിന്ന് കുറവുള്ള സെക്ടറിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഫിനാൻസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടിയൊക്കെ വാങ്ങുകയാണ്. വണ്ടി വാങ്ങുന്ന നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ഫിനാൻസ് ചെയ്തു എന്ന് പറയും. എന്താണ് ഫിനാൻസ് ചെയ്യുക പറഞ്ഞാൽ? ഉള്ള ഒരാൾ നമുക്ക് ഇല്ലാത്ത ഒരാൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റോട് കൂടി അത് വാങ്ങാൻ, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് ഫിനാൻസ് ചെയ്യുക എന്ന് നമ്മൾ പറയാം. The economic development of a nation is reflected by the progress of the various economic unit. എന്താണ് ഈ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഫിനാൻഷ്യൽ സിസ്റ്റവും തമ്മിൽ അതിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? എന്താണ്? പ്രധാനമായിട്ടും ഒരു 3 യൂണിറ്റുകളായിട്ടാണ് നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വിലയിരുത്തുന്നത്. ഒന്നാമത് കോർപ്പറേറ്റ് സെക്ടർ, ഗവൺമെൻറ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ. ഈ 3 സെക്ടറുകളെയും എങ്ങനെയാണ് ഈ ഫിനാൻസ് സംവിധാനം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഓർ ഫിനാൻസ് സെക്ടർ ഫങ്ഷൻസ് ആസ് എ ഇൻ്റർമീഡിയറി ആൻഡ് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം ദ ഏരിയാസ് ഓഫ് സർപ്ലസ് ടു ദ ഏരിയാസ് ഓഫ് ഡെഫിസിറ്റ്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു ഒരു ഫ്ലോ ഓഫ് ഫണ്ട്, അതായത് പണത്തിൻ്റെ ഒരു ഒഴുക്ക്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഴുക്കിനെ സാധ്യമാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുക. അതായത് സർപ്ലസ് ആയിട്ടുള്ള ഫണ്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡെഫിസിറ്റായിട്ട് ഇല്ലാത്ത കുറവുള്ള സ്ഥലങ്ങളിലേക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ബിസിനസ് പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ കോമ്പോസിഷൻ ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്സ്, റെഗുലേഷൻ ആൻഡ് ലോസ്, പ്രാക്ടീസ്, മണി മാനേജർ, അനലിസ്റ്റ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ക്ലെയിം ആൻഡ് ലയബിലിറ്റീസ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ? ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. അതുപോലെ അതിനകത്ത് ഈ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളുണ്ടാവും. അതിനകത്ത് ഒരുപാട് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളുണ്ടാവും. ഒരുപാട് കടങ്ങളും ഒരു ക്ലെയിമുകളും എല്ലാം ഈ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെട്ടതാണ്. The finance system of India refers to the system of borrowing and lending of funds or the demand for the supply of fund of all individual institution, companies and of the government. Commonly, the financial system is classified into അതായത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ കോർപ്പറേറ്റുകളും ഹൗസ് ഹോൾഡുകളും ഗവൺമെൻറ്റുകളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുക. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പറയുന്ന അവിടെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് റിക്വയർഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഫണ്ടുകളുടെ അറേഞ്ച് ചെയ്യുന്ന ആ സംവിധാനത്തിനെയാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറയുക. അടുത്തതാണ് അഗ്രികൾച്ചറൽ ഫിനാൻസ്. ഫണ്ട് നീഡഡ് ആൻഡ് സപ്ലൈഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി. ഇപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നബാർഡ് പോലുള്ള ഇവരൊക്കെ എന്ത് ചെയ്യും? ലോണുകളായിട്ടും മറ്റുള്ള സംവിധാനങ്ങളായിട്ടും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്?
ഫിനാൻസ് ചെയ്യാറുണ്ട് അഗ്രികൾച്ചറിന്. അതുപോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു നാട് വികസിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ഫിനാൻസ്. ഗവൺമെൻറ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട് ടു മീറ്റ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതിനെയാണ് ഗവൺമെൻറ് ഫിനാൻസ് എന്ന് പറയുക. India's financial system includes various institutions and mechanisms which act the generation of saving by the community, the mobilization of saving and the effective distribution of saving among all those who demand the fund for investment process. അതായത് ഇന്ത്യയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് സേവിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ആ സേവിങ്ങിനെ നമ്മൾ ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇഫക്റ്റീവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഈ സേവിങ്. അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറവുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ചിലപ്പോൾ സെക്ടറുകളാവാം. സെക്ടറുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വകയിരുത്തലുകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചറുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഫണ്ടുകളാവാം, വകയിരുത്തുന്ന ഫണ്ടുകളാവാം. ഇത്തരം പ്രോസസ്സുകളാണ് ഈ ഫിനാൻസിനകത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ഉള്ളത്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റവും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയും തമ്മിൽ അതിയായിട്ടുള്ള എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. അടുത്തതാണ് കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ട് ഉള്ളത് എന്നാണ്, അതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒന്നാമത്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, financial institution is an establishment that conduct financial transaction such as investment, loan and deposits. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയാണ് എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ്? സച്ച് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോണുകൾ, ഡെപ്പോസിറ്റ്സ് എല്ലാം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. അതായത് നമ്മളെല്ലാവരും ഡേ ടു ഡേ ജീവിതത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ബാങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യും? ചില സമയത്ത് നമ്മൾ ലോൺ എടുക്കും, ചില സമയത്ത് നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. അടുത്തതാണ് banking institution. Participate in economy's payment mechanism. Deposit liability constitute a major part of national money supply. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറീസാണ് ഈ ഒന്നാമത്തതായിട്ട് ഞാൻ പറഞ്ഞ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കുകൾ. അടുത്തതാണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ LIC പോലുള്ള നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അടുത്തതാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ദേ ആർ ദ ഇൻ്റർമീഡിയേറ്റ് ബിറ്റ്വീൻ സേവർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്? നമ്മൾ ഒരു സേവ് ചെയ്യുന്ന ആളും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയാം. എന്താണ്? അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ലോൺ മൊബിലൈസ് ചെയ്യും, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് നമ്മൾ പറയാം. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ത്രൂ വിച്ച് ഫണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സർപ്ലസ് സെക്ടർ ടു ദ ഡെഫിസിറ്റ് സെക്ടർ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഒരു സർപ്ലസ് ആയിട്ടുള്ള സെക്ടറിൽ നിന്ന് ഡെഫിസിറ്റ് ആയിട്ടുള്ള സെക്ടറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് തരത്തിൽ
ഉള്ള മാർക്കറ്റുകളാണുള്ളത്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ട് തരത്തിലുണ്ട്, പ്രൈമറിയും സെക്കൻഡറി മാർക്കറ്റും. അടുത്തതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. It includes though these instruments financial institutions mobilize saving. There are two types of financial instruments. ഒന്നാണ് ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ, ഡിബഞ്ചേഴ്സ്, മ്യൂച്വൽ ഫണ്ട്, ടേം ലോൺ എന്നിവയാണ്. ഇപ്പോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൾ ലോൺ, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നിവയാണ്. ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇറ്റ് ലിങ്ക് ദ സേവർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്ന ആളെയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. എന്തിനു സഹായിക്കും? അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ എവിടെയാണ് എന്നും ക്യാപിറ്റൽ ഈ സേവ് ചെയ്തത് ക്യാപിറ്റലായി മാറ്റാനുമെല്ലാം ഈ ലിങ്കേജ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ടു മോണിറ്റർ കോർപ്പറേറ്റ് പെർഫോമൻസ്. അതായത് കോർപ്പറേറ്റുകളുടെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ മാനേജിങ് അൺസർട്ടനിറ്റി ആൻഡ് കൺട്രോളിങ്. എന്തിനു സഹായിക്കും? ഈ സിസ്റ്റത്തിനകത്തുള്ള ഒരു അൺസർട്ടനിറ്റി എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒരു അനിശ്ചിത അവസ്ഥയെ ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോസസ്സാക്കി മാറ്റും. അടുത്തതാണ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് എ മെക്കാനിസം ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് അക്രോസ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസിൽ എല്ലായിടത്തേക്കും ഈക്വലായിട്ട് വികസനം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കും. ഇറ്റ് ഓഫർ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ലോവറിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് റിട്ടേൺ. ഇറ്റ് വിൽ മോട്ടിവേറ്റ് പീപ്പിൾ ടു സേവ് മോർ. അതായത് എന്ത് ചെയ്യാൻ കുറയ്ക്കും? ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ റിട്ടേൺ കൂട്ടാനും ആൾക്കാരെ സഹായിക്കും. ഇറ്റ് പ്രൊമോട്ട് ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരുപാട് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിംഗ് ദ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ ഡീപ്പനിങ് ആൻഡ് ബ്രോഡനിങ്. In short, a financial system contributes to the acceleration of economic development. It contributes to the growth through technical process. At last, എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ട് അത് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്തിനെ സ്പീഡായിട്ട് ഇക്കണോമിക് ഗ്രോത്ത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നതിലൂടെ എല്ലാ രൂപത്തിലുമുള്ള ഡെവലപ്മെൻറ്റും നമ്മളുടെ ജനങ്ങൾക്ക് നേരിട്ട് എത്തുകയും ചെയ്യും. The role of financial system in economic development. The financial system perform a crucial role in economic development of all countries through saving investment process, also known as capital formation. This is for this reason that the financial system is sometimes called the financial market. The purpose of the financial market is to mobilize saving effectively and allocate the same efficiently among the ultimate users of fund. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, അതായത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഈവൻ ദോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് മോർ ഡെവലപ്ഡ് ടുഡേ, ഇറ്റ് സഫേഴ്സ് ഫ്രം certain weaknesses. They are maybe briefly stated below. എന്താണ്? ഒന്ന്, ലാക്ക് ഓഫ് കോർഡിനേഷൻ എമംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. അത് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലായ്മ എന്നുള്ളത് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പോരായ്മ തന്നെയാണ്. At the same time, the government is also controlling authority
controlling authority of these institutions, as there is multiplicity of institution in Indian financial system. There is lack of coordination in the working of these institutions. Dominance of development banks in industrial finance. The industrial finance in India today is largely through the financial institutions set up by the government. They get most of their fund from their sponsors. They act as distributive agencies only. Hence, they fail to mobilize the saving of the people. This stand in the way of growth. എന്താണ്, അതായത് ബാങ്കുകളാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ ബാങ്ക് എന്നുള്ളത് ഒരു സേവിങ് വർദ്ധിപ്പിക്കാൻ, അല്ല അതിലൂടെ ജനങ്ങളുടെ സേവിങ് വർദ്ധിപ്പിച്ച് ആ സേവിങ് ഉപയോഗിച്ചുകൊണ്ടല്ല നിലവിൽ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഫിനാൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Inactive and erratic capital market. In India, the corporate customers are able to raise finance through development banks. So they need not to go capital market. അതായത് നമ്മൾ എന്താണ്, ബാങ്കുകളിലേക്കുള്ള നമ്മളുടെ അപ്രോച്ച് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് അത്ര കിട്ടേണ്ട അത്ര ഒരു 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 ഇമ്പോർട്ടൻസ് നമുക്കതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ്. ദ ഡോമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഹാസ് ഡെവലപ്ഡ് അൺഹെൽത്തി ഫിനാൻസ് പ്രാക്ടീസസ് among corporate customers. The development banks provide most of the fund in the form of term loans. So there is a predominance of debt in the financial structure of corporate enterprise. അതായത് അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസ്, അതായത് നമ്മളുടെ കോർപ്പറേറ്റുകൾക്ക് ഒരുപാട് ലോണും മറ്റു കാര്യങ്ങളും ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. Monopolistic market structure. In India, some financial institutions are so large that they have created a monopolistic market structure in the financial system. For instance, the entire life insurance business is in the hands of LIC. അതായത് എന്താണ്, ചില ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ എന്തായി മാറിയിട്ടുണ്ട്, ഒരു മോണോപോളിസ്റ്റിക് മാർക്കറ്റായി മാറിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് എന്ത്, LIC ആണ് ഇന്ത്യയിലുള്ള ഒട്ടുമുക്ക നല്ലൊരു ശതമാനം എന്ത് ഇൻഷുറൻസ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. Other factors. Apart from the above, these are some of other factors which obstacle the growth of Indian financial system. For example, banks and financial institutions have high level of NPA. എന്താണ്, നമ്മൾ കേട്ടിട്ടുണ്ട് കിട്ടാക്കടം. അതായത് ഇത് ഈ ബാങ്കിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബാങ്കുകൾ ഒരു കിട്ടാക്കടം ബാങ്കുകൾക്ക് തിരിച്ചടവുണ്ടാവാത്ത എമൗണ്ട് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഗവൺമെൻറ് ബേർഡൻഡ് വിത്ത് ഹൈ ലെവൽ ഓഫ് ഡൊമസ്റ്റിക് ഡെപ്ത്. എന്തുണ്ടായി, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, നമ്മളുടെ സർക്കാരുകൾ ഡൊമസ്റ്റിക് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള വലിയ രൂപത്തിലുള്ള കടം എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ലേബിൾഡ് വിത്ത് സ്കാംസ്. നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്കുകളെ അഴിമതിയുടെ കേന്ദ്രങ്ങളായി ലേബൽ ചെയ്യപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് റെഡ്യൂസ്ഡ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അതായത് ഇൻവെസ്റ്റേഴ്സ് പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ കുറവായി. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ്. സെക്കൻഡ് മൊഡ്യൂൾ, ക്യാപിറ്റൽ മാർക്കറ്റ്. Capital market is a market for long-term capital. It refers to all the facilities and the institution arrangement for borrowing and lending long-term fund, medium term and long-term funds. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്? എന്താണ്, ലോങ് ടേം ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലേസിനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എൻഗേജ് ഇൻ ട്രേഡ് ഓഫ് ലോങ് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ലൈക്ക്
ബോണ്ട്, സ്റ്റോക്സ് എക്സെട്ര. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേമിലേക്ക് ബോണ്ടും സ്റ്റോക്സും വിൽക്കുന്ന ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് സിംപ്ലി റെഫേഴ്സ് ടു എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്. ഒരു നീണ്ട കാലാവധിക്ക് വേണ്ടിയിട്ടുള്ള നീണ്ട കാലാവധിയിലേക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന മാർക്കറ്റുകളെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇക്വിറ്റി, ഡെപ്റ്റ് ആൻഡ് അതർ സെക്യൂരിറ്റീസ്. According to W.H. Husband and J.C. Dockerbay, the capital market is used to designate activities in long-term credit which is characterized mainly by securities of investment type. The function and characteristics of an efficient capital markets are follows. എന്താണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും അതിൻ്റെ ഫങ്ഷനും എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എന്താണ്? ഒന്ന് എന്ന് പറയുന്നത് മൊബിലൈസ് ലോങ് ടേം സേവിങ് ഫോർ ഫിനാൻസിങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നീണ്ട കാലാവധിക്ക് സേവിങ് സ്വീകരിക്കുകയും അതിലൂടെ നീണ്ട കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഫിനാൻസ് ചെയ്യുകയും ചെയ്യുക. രണ്ട്, പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഓർ കോസി ഇക്വിറ്റി ടു എൻ്റർപ്രോണർ. അതായത് ഒരു എൻ്റർപ്രോണർക്ക് റിസ്ക് ആയിട്ടുള്ള ക്യാപിറ്റലുകളെ ഇക്വിറ്റിയും കോസി ഇക്വിറ്റികളുമായിട്ട് നൽകുന്ന ഒരു മാർക്കറ്റാണ്. പ്രൊവൈഡ് ഇക്വിറ്റി വിത്ത് എ മെക്കാനിസം എനേബിൾഡ് ദ ഇൻവെസ്റ്റർ ടു സെൽ ഫിനാൻഷ്യൽ അസറ്റ്. ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു പണമായി മാറ്റാനുള്ള ഒരു സ്ഥലം ഇത് നൽകുന്നുണ്ട്. ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അലോക്കേഷൻ. അതായത് നല്ലൊരു പ്രൈസിങ്ങിലൂടെ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് നൽകുന്നതിലൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അലോക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഡിസെമിനേറ്റ് ഇൻഫർമേഷൻ എഫിഷ്യൻ്റ്ലി ഫോർ എനേബിളിംഗ് പാർട്ടിസിപ്പൻറ്റ് ടു ഡെവലപ്പ് ആൻഡ് ഇൻഫോംഡ് ഒപ്പീനിയൻ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇത് നമുക്ക് എന്തൊക്കെ നൽകുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും റീഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും എല്ലാമുള്ള ഒപ്പീനിയൻ നമുക്ക് നൽകുന്നുണ്ട്. എനേബിൾ എ ക്വിക്ക് വാല്യുവേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്ത്. ഇറ്റ് പ്രൊവൈഡ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് റിസ്ക്. എന്ത് നൽകുന്നുണ്ട്? മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, അതായത് കൂടാനും വില കൂടുകയും കുറയുകയും എല്ലാം ചെയ്യാം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാനും അല്ലെങ്കിൽ ഒരു ഇൻഷൂർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രൊവൈഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ത്രൂ സിംപ്ലിഫൈഡ് ട്രാൻസാക്ഷൻ പ്രൊസീജിയർ, ലോവറിംഗ് സെറ്റിൽമെൻറ്റ് ടൈം ആൻഡ് ലോവറിംഗ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അടുത്തതാണ് ഡെവലപ്പ് ഇൻ്റഗ്രേഷൻ എമംഗ് ഡെപ്ത് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. എന്തൊക്കെയാണ് തമ്മിൽ? കടം വാങ്ങുന്ന ആളും കടം കൊടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു കൈമാറ്റം നടത്തുന്ന ഒരു പ്രോസസ്സ് ഒരു തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ ടു എഫിഷ്യൻറ്റ് ചാനൽ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ആൻ ഇക്കണോമി. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഇക്കണോമിയിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ, അതായത് ഒരു ക്യാപിറ്റൽ എത്രത്തോളം കൃത്യമായിട്ടാണ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൺ ഓഫ് ദ മേജർ ഇക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഇംപ്രൂവ്ഡ് അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്ഡ്, ഏറ്റവും നല്ല രീതിയിലുള്ള ക്യാപിറ്റലിൻ്റെ അലോക്കേഷനാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ദ പ്രൈസ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്ത് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ടു ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് മാർക്കറ്റിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റത്തിലൂടെ തന്നെ, ചെറിയ മാറ്റം സംഭവിക്കുമ്പോൾ തന്നെ അത് ഇക്വിറ്റിയുടെ പ്രൈസിലും ഡെപ്തിലും എല്ലാം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് അലോക്കേഷൻ ഓഫ് റിസ്ക്. ക്യാപിറ്റൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റർ ടു ഏൺ റിട്ടേൺ ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. അതായത് ഒരാൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. മൊബിലൈസേഷൻ ഓഫ് സേവിങ്, അതായത് ഒരു ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സേവിങ് മൊബിലൈസ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ക്യാപിറ്റൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്.
encouragement to investment. The capital market facilitate lending to the businessman. അതായത് എന്താണ്, ഒരു ബിസിനസ്മാന് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഫിനാൻസ് എന്നുള്ള രൂപേണ അല്ലെങ്കിൽ ഷെയറും ഇക്വിറ്റിയും ബോണ്ടും എല്ലാം വിറ്റ് അതിലൂടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്താൻ ഒരു ഇൻവെസ്റ്ററെ എല്ലാ സമയത്തും ക്യാപിറ്റൽ മാർക്കറ്റ് എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്, സ്റ്റെബിലിറ്റി ഇൻ സെക്യൂരിറ്റി പ്രൈസ്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ടെൻഡ് to stabilize the value of stocks and securities and reduce the fluctuations in the price of the minimum to the minimum. The process of stabilization is facilitated by providing capital to the borrower at the lower interest rate and reducing speculative and unproductive activities. Benefit to investor. The credit market help the investor, that is those who have fund to invest in long-term financial assets. It may many way. എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സഹായിക്കുന്നത്? ഇറ്റ് ബ്രിങ് ടുഗദർ ദ ബയ്യർ ആൻഡ് സെല്ലർ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദസ് എൻഷുർ ദ മാർക്കറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടുപേരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. By advertising security price, the stock exchange enable the investor to keep track of their investment and channelize them into most profitable line. എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്? ഒരു ഇൻവെസ്റ്ററെ അങ്ങേരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവരെ സഹായിക്കുന്നത്. ഇറ്റ് ഈസ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ ബൈ കോമ്പൻസേറ്റിംഗ് ദം ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കോമ്പൻസേഷൻ ഫണ്ട് ഇൻ ദ ഇവൻ്റ് ഓഫ് ഫ്രോഡ് ആൻഡ് ഡിഫോൾട്ട്. ഈ സംവിധാനം അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന, എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഫ്രോഡായിട്ടുള്ള കബളിപ്പിക്കലിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സേഫ് ഗാർഡ് ചെയ്ത് പിടിക്കും കൂടി ചെയ്യും. സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. 4ആയിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇന്ത്യയിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്, 2 ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്, 3 ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ആദ്യത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദ ഗവൺമെൻറ് സെക്യൂരിറ്റി ഈസ് ഓൾസോ കോൾഡ് ഗിൽറ്റ് എഡ്ജ് മാർക്കറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ സർക്കാരിനും അർദ്ധ സർക്കാരിൻ്റെ സെക്യൂരിറ്റിക്കും ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയുടെ ബാക്കോട് കൂടിയുള്ളതാണ്, സപ്പോർട്ടോട് കൂടിയുള്ളതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. അതായത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അർദ്ധ സർക്കാരിൻ്റെ സെക്യൂരിറ്റീസ് വിൽക്കുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുക? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. It is the largest market in any economic system. Government securities are issued by എന്തൊക്കെയാണ്? സർക്കാർ സെക്യൂരിറ്റികൾ ആരൊക്കെയാണ് വിൽക്കുക? സെൻട്രൽ ഗവൺമെൻറ് വിൽക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വിൽക്കും, അതുപോലെ തന്നെ സെമി ഗവൺമെൻറ് അതോറിറ്റീസ് ലൈക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സുകളാവാം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ് എല്ലാം വിൽക്കും. ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് മെട്രോപൊളിറ്റൻ അതോറിറ്റീസ്, പോർട്ട് ട്രസ്റ്റുകൾ, അതായത് പോർട്ടുകൾ, ഡെവലപ്മെൻറ്റ് ട്രസ്റ്റുകൾ, ഇലക്ട്രിസിറ്റി ബോർഡുകൾ എല്ലാം തന്നെ ഷെയർ വിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ. പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ, അതർ പബ്ലിക് സെക്ടർ കോർപ്പറേഷൻസ്, ഇപ്പോൾ നമ്മൾ പല സർക്കാരുകളുടെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിറ്റ് ഷെയർ വിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ തന്നെ നമുക്ക് LICയുടെ എല്ലാം തന്നെ ഷെയർ വിറ്റ് ലിക്വിഡേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതർ ഗവൺമെൻറ് ഏജൻസീസ് സച്ച് ആസ് നബാർഡിനെ അല്ലെങ്കിൽ ഹൗസിംഗ് ബോർഡ്, ഇത്തരത്തിലുള്ള ഏജൻസീസും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്.
ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഒന്ന്, സപ്ലൈ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ് അറൈസ് ഡ്യൂ ടു ദെയർ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ്. അതായത് ഇത് പ്രധാനമായിട്ട് വിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അല്ലെങ്കിൽ മറ്റ് സർക്കാർ ബോഡീസും ആണ് ഇത് പ്രധാനമായിട്ട് വിൽക്കുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ഓൾസോ ഹെൽഡ് ബൈ റിസർവ് ബാങ്ക്. ചിലപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നമ്മളുടെ സെക്യൂരിറ്റീസ് ഉണ്ടാവാറ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ. അതായത് ഇത് വിൽക്കാനും വാങ്ങാനും അല്ലെങ്കിൽ ഒരു മോണിറ്ററി കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തരം വിൽക്കൽ വാങ്ങൽ പ്രക്രിയയിലേക്ക് ഒരു കൺട്രോൾ വെക്കുന്നതിനായിട്ട് RBI കയ്യിലും പലപ്പോഴും ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടാവാറുണ്ട്. ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആർ ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് സെക്യൂരിറ്റീസ്. അതായത് സർക്കാർ വിൽക്കുന്ന സെക്യൂരിറ്റീസ് എന്നുള്ളത് സർക്കാർ ഗ്യാരണ്ടി ഉള്ള സെക്യൂരിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റോ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ടോ സേഫാണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബിയർ എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ജനറലി ലോവർ ദാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് അതർ സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കാറുണ്ട്. അതെപ്പോഴും മറ്റുള്ള സെക്യൂരിറ്റികളേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആവും. ദീസ് സെക്യൂരിറ്റീസ് ഹാവ് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി പീരീഡ്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രമേ ഈ സെക്യൂരിറ്റീസ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി. 6 മാസം കൂടുമ്പോഴാണ് ഈ പേയബിൾ ആയിട്ടുള്ളത്. സബ്ജക്റ്റ് to the limit under income tax at interest on these securities is exempted from income tax. ഇൻകം ടാക്സിൽ നിന്ന് ഇത്തരം സെക്യൂരിറ്റികളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. The government security market is an over the counter market and such sale and purpose has to be negotiated separately. Industrial security market. Industrial security market refers to the market for shares and debentures of old and new companies. അതായത് എന്താണ്, പുതിയതും പഴയതുമായിട്ടുള്ള കമ്പനികളുടെ ഷെയറും ഡിബഞ്ചേഴ്സും കൈമാറ്റം ചെയ്യുന്ന മാർക്കറ്റുകൾ. ദ മാർക്കറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഓൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ്, ഇത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ന്യൂ മാർക്കറ്റും ഓൾഡ് മാർക്കറ്റും. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു എ റേസിംഗ് ഓഫ് ന്യൂ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്. അതായത് പുതിയ ക്യാപിറ്റലിനെയാണ് പുതിയ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ന്യൂ മാർക്കറ്റ് എന്ന് പറയുക. ഓൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ വിത്ത് ദ സെക്യൂരിറ്റീസ് ഓൾറെഡി ഇഷ്യൂഡ് ബൈ ദ കമ്പനീസ്. ഓൾറെഡി ഉള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഓൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. A developmental financial institution is defined as an institution promoted or assisted by government mainly to provide development finance to one or more sector or subsectors of the economy. അതായത് ഒരു സെക്ടറിനെയോ അല്ലെങ്കിൽ ചില സബ് സെക്ടേഴ്സിനെയോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. DFIs were established mainly to cater to the demand for long-term finance by the industrial sector. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ലോങ് ടേം ഡിമാൻഡിനെ ലോങ് ടേം ഫിനാൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ത്യസ് ഫസ്റ്റ് DFI വാസ് സെറ്റപ്പ് ഇൻ 1948 ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ FFCs. എന്തിനായിരുന്നു ഉണ്ടാക്കിയത്? ടു പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ടു സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അതായത് ചെറുകിടയും മീഡിയം സൈസുമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനെ ഉണ്ടാക്കിയത്. ഫോളോഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഇൻ ഇന്ത്യ. അത് 1951 ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ
സ്ഥാപിതമായി. 1955 ICIC ഉണ്ടായി. 1964 IDBI ആൻഡ് UTI in 1964. AF followed soon after. LIC was set up in 1956. 1956 LICയും ഉണ്ടായി. എന്തിനാണ്? ടു മൊബിലൈസ് ഇൻഡിവിജ്വൽ സേവിങ്ങും മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1956 LIC സ്ഥാപിതമായത്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ദ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ സേവർ ആൻഡ് ഇൻവെസ്റ്റർ. എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ? ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യുന്ന ആളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെയും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ആളെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയാം. ദേ ലെൻഡ് മണി, ദേ ഓൾസോ മൊബിലൈസ് സേവിങ്. ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആരൊക്കെയാണ്? ഒന്ന്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2 categories. ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തൊക്കെയാണ് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ്? ഒന്ന്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എന്നിവയാണ്. എന്താണ് ഇക്വിറ്റി ഷെയർ? ഇക്വിറ്റി ഷെയർ കോമൺലി റിഫേർഡ് ടു ആസ് ഓർഡിനറി ഷെയർ ഓൾസോ റെപ്രസെൻറ്റ് ദ ഫോം ഓഫ് ഫങ്ഷണൽ ഓണർഷിപ്പ് ഇൻ വിച്ച് എ ഷെയർ ഹോൾഡർ ആസ് എ fractional owner undertake the maximum entrepreneurial risk associated with the business, a business venture. Type of equity share. Following are the types of equity share. എന്താണ്? Right share. It is a type of dividend of subscription right to buy additional securities in a company made to the company's existing security holders. Bonus share. It is a free share of stock given to current shareholders in a company based upon the number of shares that the shareholder already own. While the issue of bonus share increases the total number of shares issued by the Although the total number of issued share increases, the ratio of number of share held by each shareholder remain constant. Blue chip shares. A blue chip share mean that the share issued by blue chip companies. Blue chip companies is very strong financially, very strong finance with a solid track record of producing, earning and only a moderate amount of depth. എന്താണ് ബ്ലൂ ചിപ്പ് ഷെയർ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വലിയ രീതിയിലുള്ള ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അവർക്ക് നല്ല രീതിയിലുള്ള, അതായത് അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏണിങ് കൂടുതലും അതുപോലെ തന്നെ കടം വളരെ കുറവായിട്ടുള്ള ഷെയറുകളാവും അവരുടേതായിട്ട് ഉണ്ടാവുക. ഇറ്റ് ഓൾസോ ഹാസ് സ്ട്രോങ് നെയിം ഇൻ ദ ഇൻഡസ്ട്രി. അതായത് അവർ ഈ ഇൻഡസ്ട്രിയെ ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാവും. പ്രിഫറൻസ് ഷെയർ ആർ ദോസ് വിച്ച് എൻജോയ്സ് ദ ഫോളോയിങ് ടു പ്രിഫറൻഷ്യൽ റൈറ്റ്. എന്താണ്? അതായത് ഒന്ന്, ഡിവിഡൻഡ് അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് or a fixed amount on these share before any dividend or equity share. അതായത് ഡിവിഡൻഡ് എന്താണ്? ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഡിവിഡൻഡ് എന്നുള്ളത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഓക്കെ. അടുത്താണ് റിട്ടേൺ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബിഫോർ ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ദ കമ്പനി. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, പൊട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുകൾക്ക് ആദ്യം കിട്ടും. പ്രിഫറൻസ് ഷെയർ ഈസ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റർ ഇൻ പാർട്ട് in excess profit left after being paid the equity share as a right to participate in a premium at time of
റിഡംഷൻ ബട്ട് ദീസ് ഷെയർ ഡു നോട്ട് ക്യാരി വോട്ടിംഗ് റൈറ്റ്. അതായത് എന്താണ്, ഈ ഷെയറുകൾക്ക് എന്തില്ല, കമ്പനിയുടെ ഷെയർ അതിൽ പ്രോഫിറ്റിൽ ബാക്കിയുണ്ടെങ്കിലെല്ലാം അവർക്ക് കിട്ടുമെങ്കിലും എന്തില്ല, അവർക്ക് അതിൻ്റെ ഒരു വോട്ടിംഗ് ഷെയർ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവില്ല. ഡിബെഞ്ചർ ഓർ ബോണ്ട്. ഇഫ് എ കമ്പനി നീഡ് ഫണ്ട്സ് for extension and development purpose without increasing its share capital, it can borrow from the general public by issuing certificate for a fixed period of time and at a fixed rate of interest. അതായത് ബോണ്ടും ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണം, അവരുടെ കമ്പനി വലുതാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവർക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് അവരുടെ നിലവിലുള്ള ഷെയറുകൾ എന്ത് ചെയ്യാൻ വയ്യ, ഷെയർ കൂട്ടാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് കാലാവധി സമയത്തേക്ക് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് ജനറൽ പബ്ലിക്കിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതിനെയാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. വേരിയസ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ ആസ് ഫോളോസ്. കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ ദോസ് ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സുകളെയാണ് എന്ത് പറയുക, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് കനോട്ട് ബി കൺവേർട്ടഡ് ഐദർ ഇൻ ടു ഇക്വിറ്റി ഷെയർ ഓർ പ്രിഫറൻസ് ഷെയർ. Redeemable debentures. These debentures are issued by the company for a specific period only. അതായത് പ്രത്യേകപ്പെട്ട സമയത്തേക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സുകളെയാണ് റീഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇറീഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ആൻ ഇൻഫിനിറ്റി പീരീഡ്. അങ്ങനെ ഒരു പ്രത്യേക സമയം പറയാതെ ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി രേഖപ്പെടുത്താതെ ഇഷ്യൂ ചെയ്യുന്ന, ദീർഘകാലത്തേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് ഇൻഡീറ്റബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എ ടൈപ്പ് ഓഫ് ഡെപ്ത് സെക്യൂരിറ്റി വെയർ ദ ഹോൾ വാല്യൂ ഓഫ് ദി ഡിബഞ്ചേഴ്സ് ഈസ് കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി. അതായത് ഫുൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആയിട്ട് ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയറുകളെയാണ്, ഡിബഞ്ചേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. പാർഷ്യലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല, ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള പോർഷൻ മാത്രം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മ്യൂച്വൽ ഫണ്ട്. In recent years, mutual funds are most important among the newer capital market institutions. അതായത് അടുത്ത കാലത്തായിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉപയോഗവും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെവറൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് സെറ്റപ്പ് മ്യൂച്വൽ ഫണ്ട് ഓൺ എ ടാക്സ് എക്സംപ്റ്റ് ബേസിസ്. അതായത് ഒരുപാട് പബ്ലിക് സെക്ടർ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട് ടാക്സ് എക്സംപ്ഷൻ ബേസിസിൽ തുടങ്ങിയിട്ടുണ്ട്. Eventually on the same footing as UTI. Their main function is to mobilize and saving the general public and invest them in stock exchange market. അതായത് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ച് വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ദ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്, ദ ക്രിയേഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ടു പ്രൊമോട്ട് സൗണ്ട്, ഓർഡർലി ആൻഡ് കോമ്പറ്റേറ്റീവ് ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഈ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശക്തിയും നല്ല സ്ട്രോങ്ങുമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ദ ക്രിയേഷൻ ഓഫ് പ്രോപ്പർ ലീഗൽ ഫ്രെയിം വർക്ക് ടു ഗവേൺ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്.
Equity of treatment between various mutual funds includes UTI. യു ടി ഐ ഉള്ള പോലുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് റൺ ചെയ്യുന്നത്. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് യൂണിറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫ്രം ദ ഫണ്ട് ഹൗസ് ഇറ്റ്സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് അതർ ഇൻവെസ്റ്റർ ഓൺ ദ സെക്കൻഡറി മാർക്കറ്റ്. അതായത് നമുക്ക് നേരിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. യൂണിറ്റ്സ് ആർ എക്സ്ചേഞ്ചബിൾ, മീനിങ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ സെൽ ദെയർ യൂണിറ്റ് ബാക്ക് ടു ദ ഫണ്ട്. നമുക്ക് തിരിച്ച് അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ജനറലി ന്യൂ യൂണിറ്റ് ആർ ക്രിയേറ്റഡ് ആൻഡ് സോൾഡ് ടു അക്കോമഡേറ്റ് ന്യൂ ഇൻവെസ്റ്റേഴ്സ്. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ യൂണിറ്റ്സുകൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും. The investment portfolios are managed by separate entities known as investment advisors. Advantages and disadvantages of mutual funds. Every investment has advantage and disadvantage, but it is important to remember that features that matter on one investor may not be important to you. Whether any particular feature is an advantage for you will depend on your unique circumstances. അതായത് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആവുന്ന ഒരു സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത്ര അഡ്വാൻറ്റേജ് ആയിക്കോണമെന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ യുണീക്ക്, നമ്മളുടെ വിൽക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യുണീക്കായിട്ടുള്ള നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചിട്ടാണ് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ആൻ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി നീറ്റ്ലി സമ്മഡ് അപ്പ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ് ഇൻ വൺ ബാസ്ക്കറ്റ്. അതായത് എന്താണ്, നമുക്ക് നമ്മളുടെ സേവിങ്ങുകൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാതെ പല കമ്പനീസിൽ അല്ലെങ്കിൽ പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. Affordability. Some mutual funds accommodate investors who don't have a lot of money to invest by. അതായത് എന്താണ്, നമ്മൾ സാധാരണ വലിയ എമൗണ്ടുകളെല്ലാം വേണം എന്നുള്ള ഒരു ധാരണയായിരുന്നു പണ്ട് കാലങ്ങളിലെല്ലാം ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം വന്നതോടുകൂടി അങ്ങനെ വലിയ എമൗണ്ടുകളൊന്നും, നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടുകൾ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രൂപത്തിലേക്ക് മാറി വന്നു. Liquidity. Mutual fund investors can readily redeem their share at the current net. അതായത് പെട്ടെന്ന് തന്നെ അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സം ഇൻവെസ്റ്റേഴ്സ്, അതായത് ഈ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കോസ്റ്റ് ഡിസ്പൈറ്റ് നെഗറ്റീവ് റിട്ടേൺ. ചില സമയത്ത് നെഗറ്റീവ് റിട്ടേൺ ആവാൻ വേണ്ടി ഉള്ള സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് കൺട്രോൾ. ഈ സിസ്റ്റത്തിനകത്ത് ഒരു ലാക്ക് ഓഫ് കൺട്രോൾ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. പ്രൈസ് അൺസർട്ടിറ്റി, അതായത് പ്രൈസിലുണ്ടാകുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് സെബിയെ കുറിച്ചാണ്. The Security and Exchange Board of India, SEBI, is a designated regulatory body for the finance and investment market. In January 1955, the government promulgated ordinance to amend SEBI Act 1992 so as to arm SEBI with additional power for ensuring the orderly development of the capital market and enhance the ability to protect the interest of investors. അതായത് സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. എന്താണ് സെബിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? റെഗുലേറ്ററി ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻസും ഉണ്ട്. റെഗുലേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രോക്കേഴ്സിൻ്റെയും സബ് ബ്രോക്കേഴ്സിൻ്റെയും
രജിസ്ട്രേഷനാണ്. രണ്ടാമത്തത് രജിസ്ട്രേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടുകളും ഇത്തരത്തിലുള്ള സ്കീമുകളെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് ഓൾ ഫ്രോഡ് ആക്റ്റീവ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസിനെ പ്രോഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോളിങ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ടേക്ക് ഓവർ ബിഡ് ആൻഡ് ഇമ്പോസിങ് പെനാൽറ്റീസ് ഫോർ സച്ച് പ്രാക്ടീസ്. അതായത് അത്തരം പ്രാക്ടീസുകളെ തള്ളിക്കളയാനും അതുപോലെ തന്നെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള കഴിവ്. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, അതായത് ഇൻവെസ്റ്ററിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ്, പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസ്, conducting research and publishing information useful to market participants. Power of SEBI. Power related to stock exchange and intermediaries. SEBI has wide power regarding the stock exchange and intermediaries dealing in securities. It can ask information from stock exchanges and intermediaries regarding their business transaction for inspection ഓർ സ്ക്രൂട്ടനി ഓഫ് ആൻഡ് അതർ പർപ്പസസ്. എന്താണ് സെബിയുടെ പവർ എന്ന് പറയുന്നത്? സെബിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും ഇൻ്റർമീഡിയറീസിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് വിവരങ്ങൾ അറിയാനും അത് ഇൻസ്പെക്ട് ചെയ്യാനും അത് സ്ക്രൂട്ടനി ചെയ്യാനുമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. Power to impose monetary penalties. SEBI has been empowered to impose monetary penalties on capital market intermediaries and other participants for a range of violation. It can even impose suspension of their registration for a short period. അതായത് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയലേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് ഷോർട്ട് പീരീഡിലേക്ക് സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ മോണിറ്ററി പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യാനും അധികാരമുണ്ട്. പവർ ടു initiate the action in function assigned. SEBI has a power to initiate action in regards to functions assigned. For example, it can issue guidelines to different intermediaries or can introduce specific rules ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ. ഏറ്റവും പ്രധാനമായിട്ട് അതായത് സെബി പ്രധാനമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഏറ്റവും വലിയ കർത്തവ്യം. പവർ ടു റെഗുലേറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. സെബി ഹാസ് പവർ ടു റെഗുലേറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ഓർ ക്യാൻ റെഗുലേറ്റ് ഫങ്ഷൻസ് ഓഫ് മെർച്ചൻറ്റ് ബാങ്ക്സ്. മെർച്ചൻറ്റ് ബാങ്കിനെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ പവർ അണ്ടർ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട്, അതുപോലെ തന്നെ പവർ ടു റെഗുലേറ്റ് ബിസിനസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ബിസിനസ് റെഗുലേറ്റ് ചെയ്യാനുള്ള പവറും സെബിക്ക് ഉണ്ട്. അടുത്തതായിട്ട് മൊഡ്യൂൾ 3, ദ പ്രൈമറി മാർക്കറ്റ്. ദ പ്രൈമറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് is the part of the capital market that deal with issuing of new securities. അതായത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇഷ്യൂയിങ് അതായത് ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടകമാണ്. കമ്പനീസ്, ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ട് ത്രൂ ദ സെയിൽ ഓഫ് എ ന്യൂ സ്റ്റോക്ക് ഓർ ബോണ്ട് ഇഷ്യൂ ത്രൂ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലൂടെ പുതിയ സ്റ്റോക്കും ബോണ്ടും ഇഷ്യൂ ചെയ്യുന്നതിലൂടെ സർക്കാരിനോ മറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പണം കണ്ടെത്താൻ സാധിക്കും. മീനിങ് ആൻഡ് ഫങ്ഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം ദ സേവർ ടു ദ യൂസർ. ദ സേവർ ആർ individual, commercial banks, insurance companies, etc. The main function of primary market are as follows. Origination. Origination refers to the work of investigation, analysis and processing of new project proposal. Underwriting. When a company issues share to the public, it is not sure that the whole share will be subscribed
by the public. It can be contract between a company and underwriter bracket individual or firm individual, by which agree undertake that part of share for debentures which cannot be been subscribed by public. Distribution. This is the function of sale of securities to ultimate investors. This service is performed by brokers and agents. They maintain a direct and regular contract with the ultimate investor. Methods of floating new issues. എങ്ങനെയാണ് ഒരു പുതിയ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. A company can raise capital from the primary market through various methods. The methods includes എന്താണ് പബ്ലിക് ഇഷ്യൂ. ഒരു കമ്പനിക്ക് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് പണം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ആണ്. എന്താണ്? ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് റേസിങ് ലോങ് ടേം ക്യാപിറ്റൽ. അതായത് ലോങ് ടേം ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ. ഇറ്റ് മീൻസ് റേസിങ് ഫണ്ട് ഡയറക്ട്ലി ഫ്രം ദ പബ്ലിക്. അതായത് നേരിട്ട് ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തുന്നതിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഇൻവൈറ്റ് സബ്സ്ക്രിപ്ഷൻ ഫ്രം ദ പബ്ലിക് ത്രൂ ഇഷ്യൂ എന്താണ് പ്രോസ്പെക്ടസ്. അതായത് അഡ്വർടൈസ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുന്നതിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുക. ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ വ്യത്യസ്തമായ രണ്ട് തരത്തിലുള്ള പബ്ലിക് ഇഷ്യൂ ആണുള്ളത്. ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ, രണ്ട് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റി ഇൻ വിച്ച് എ കമ്പനി സെൽ ഷെയർ ഓർ സ്റ്റോക്ക് ടു ദി ജനറൽ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ആദ്യമായിട്ട് ഒരു കമ്പനി ഷെയർ വിൽക്കുന്നതിനെയാണ് ഷെയർ വിറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുക. ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അവർ പണം കണ്ടെത്തുന്നതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം. Offer for sale method. Under this method, instead of offering share directly to the public by the company itself, it offers through an intermediary. അതായത് ഓഫർ ഫോർ സെയിൽ മെത്തേഡിൽ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞത് നേരിട്ട് കമ്പനി പരസ്യങ്ങളിലൂടെ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നെങ്കിൽ അതായത് അതിനിടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ട്. അതായത് ചിലപ്പോൾ ആരാവാം ഇൻ്റർമീഡിയറി? മെർച്ചൻ്റ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ ആവാം. ഇവരെ ഇൻ്റർമീഡിയറി ആയി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു മെത്തേഡിലൂടെ പണം കണ്ടെത്തുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റീസ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഡയറക്ട്ലി ടു വൺ ഇൻവെസ്റ്റർ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റർ. അതായത് എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് is the issue of security of a company directly to one investor. ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ട് കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് എന്ന് പറയാം. റൈറ്റ് ഇഷ്യൂ ഈസ് എ മെത്തേഡ് ഓഫ് റൈസിങ് ഫണ്ട് ഇൻ ദ മാർക്കറ്റ് ബൈ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. എന്താണ്? അതായത് നിലവിലുള്ള ഒരു കമ്പനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്ന മെത്തേഡാണ്. എങ്ങനെയാണ്? ദ എക്സിസ്റ്റിംഗ് കമ്പനി ഇഷ്യൂ ഷെയർ ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ വീണ്ടും അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് പുതിയ ഷെയർ അവർക്ക് കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുക. ടെൻഡർ മെത്തേഡ്. അണ്ടർ ടെൻഡർ മെത്തേഡ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. അതായത് എന്താണ്? ഇഷ്യൂവിൻ്റെ പ്രൈസ് എന്നുള്ളത് പ്രീ ഡിറ്റർമിൻഡ് അല്ല. ദ കമ്പനി അനൗൺസസ് ദ പബ്ലിക് ഇഷ്യൂ വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ് ദ പ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യാതെ ജനറൽ പബ്ലിക്കിൻ്റെ പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുകയും അതിനുശേഷം ലേലം ബിഡിലൂടെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് വില മാറുകയും ചെയ്യും. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ വേർ ദ അക്യുമുലേറ്റഡ് reserve and the surplus of profit of a company are converted into paid up capital. It is
കോൾഡ് ബോണസ് ഇഷ്യൂ. എന്താണ്? വേർ ദ അക്യുമുലേറ്റഡ് റിസർവ് ആൻഡ് സർപ്ലസ്, അത് പ്രോഫിറ്റിൻ്റെ ഭാഗം നേരിട്ട് കമ്പനി ക്യാപിറ്റലിലേക്ക് മാറ്റുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർവ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി. ഓഫർ ടു ദ എംപ്ലോയി. കമ്പനീസ് ഇഷ്യൂ ഷെയർ ഓൺ എ preferential basis to their employees. This attract, retain and motivate the employees by creating a sense of belongingness. എന്താണ്? ചില കമ്പനികൾ അതിൻ്റെ ഷെയർ അതിൻ്റെ ജോലിക്കാർക്ക് തന്നെ, എംപ്ലോയീസിന് തന്നെ കൊടുക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് കൂടുതൽ ആ കമ്പനി നമ്മുടെ തൊഴിലാളികളുടെ കമ്പനിയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനും അതിലൂടെ കൂടുതൽ വിശ്വാസ്യത ആർജിക്കാനും കമ്പനിക്ക് സാധിക്കും. അടുത്തതാണ് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മീനിങ് ഓഫ് എ secondary market. A secondary market is a market where investors purchase securities or asset from other investors rather than from issuing companies themselves. എന്താണ്? നമ്മൾ നേരിട്ട് കമ്പനിയിൽ നിന്നല്ല വാങ്ങുന്നത്, അത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഇൻ്റർമീഡിയറിയുടെ കയ്യിൽ നിന്നാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. A secondary market is a market where investors purchase security or assets from other investors rather than from issuing company. Okay. ഡിഫറൻറ്റ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി മാർക്കറ്റ്. എന്താണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൈമറി മാർക്കറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ദ ഡീൽ വിത്ത് ഇഷ്യൂയിങ് എ ന്യൂ സെക്യൂരിറ്റി. അതായത് പുതിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റോ? എ സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് സെക്യൂരിറ്റീസ് ഓർ അസറ്റ് ഫ്രം അതർ ഇൻവെസ്റ്റേഴ്സ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റീസ് വാങ്ങുന്ന സ്ഥലത്തിനെയാണ് സെക്കൻഡറി മാർക്കറ്റ്. അവിടെ എന്തില്ല? നേരിട്ട് കമ്പനിയിൽ നിന്നല്ല വാങ്ങുന്നത്, മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഷെയർ വാങ്ങുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്നുള്ളതാണ്. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ മാർക്കറ്റ് വെയർ സ്റ്റോക്ക് ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ബോട്ട് ആൻഡ് സോൾഡ്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഷെയറും ബോണ്ടും എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുക. എന്താണ്? അക്കോർഡിംഗ് ടു പയൽ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ആർ മാർക്കറ്റ് പ്ലേസ് വെയർ സെക്യൂരിറ്റീസ് ദാറ്റ് ഹാവ് ബീൻ ലിസ്റ്റഡ് their own may be bought or sold for their investment and speculation. അതായത് ഒരു സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ മുംബൈ. ബോംബെയിലാണ് ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തുടങ്ങിയത്. ബോംബെ. വെൻ ദ നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കർ അസോസിയേഷൻ. എന്താണ്? നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു എൻ്റെ നോൺ ആസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഇൻ 1894 the Ahmedabad Stock Exchange was started, facilitating dealing in a share ഓഫ് ടെക്സ്റ്റൈൽ മിൽസ്. അതായത് ടെക്സ്റ്റൈൽ മിൽസിലെ ഷെയറുകൾ വിൽക്കാനും വാങ്ങാനും വേണ്ടിയിട്ട് അഹമ്മദാബാദ് ബേസ് ചെയ്തുകൊണ്ട് അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1894 തുടങ്ങി. ദ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1908. 1908 കൽക്കട്ടയിൽ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്ലാന്റേഷൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ ജൂട്ട് മിൽസിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 നിലവിൽ വന്നത്. ദ സെക്കൻഡ് വേൾഡ് വാർ സോ എ ഗ്രേറ്റ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഇൻ ദ കൺട്രി ആൻഡ് നമ്പർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റോസൺ ഫ്രം 7 in 1939 to 21 in 1945. അതായത് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 1939 7 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നത് 1945 സമയത്തേക്കും 21 വർദ്ധിച്ചു.
Beside these organized stock exchanges, there were a number of unorganized and unrecognized stock exchanges were there. It is also known as crab market, which functions under a setup of usage and conventions and did not have any set of rules which could be enforced in കോർട്ട് ഓഫ് ലോ. അതായത് ഇത് കൂടാതെ തന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അതൊന്നും തന്നെ എന്തായിരുന്നില്ല, വല്ല നിയമമായിട്ടോ നിയമപരമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു ആയിട്ടായിരുന്നില്ല. 1936 ഒരു സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെക്കഗ്നൈസ് ചെയ്തു. എക്സ്ചേഞ്ച് ബോംബെ ഈസ് ദ പ്രീമിയർ എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവുകയും 70%, അതായത് രാജ്യത്തുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ 70% മുംബൈ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുകയും ചെയ്യുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റുകളെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഇൻകോപ്പറേറ്റഡ് ഓർ നോൺ ഇൻകോപ്പറേറ്റഡ് ബോഡി, അസോസിയേഷൻ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ചിലപ്പോൾ എന്താവാം, അത് ഒരു അസോസിയേഷൻ ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അസോസിയേഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം ചില ഇൻഡിവിജ്വൽസിൻ്റെ ആവാം. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ മാർക്കറ്റ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഇതെന്താണ്, ആർക്കും വന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും പ്രോഡക്റ്റ് സെക്യൂരിറ്റീസിൻ്റെ വാങ്ങലും കൊടുക്കലും വിൽക്കലും നടത്താൻ പറ്റുന്ന സ്ഥലമായി പറയും. ഒൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഡെൽറ്റ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ കൈമാറ്റം ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാധിക്കുള്ളൂ. ഇറ്റ് വർക്ക് അണ്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതായത് ഇത് എന്നുള്ളത് എന്താണ്, റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ദ സെക്യൂരിറ്റീസ് ആർ ബ്രോട്ട് ആൻഡ് സോൾഡ് ഐദർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസസ്. അതായത് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാവാം, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ്. അതായത് സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഗ്യപരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുണ്ട്. ഇക്കണോമിക് ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻഷുർ ലിക്വിഡിറ്റി ടു ക്യാപിറ്റലുകൾ എന്താണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുള്ളത് കൊണ്ട് അവിടെ നമ്മളതിൻ്റെ ഷെയർ വിൽക്കാനും വാങ്ങാനും പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ വിൽക്കുന്നതിലൂടെ നമുക്ക് ഈ കമ്പനികൾ കൂടുതൽ പണം കണ്ടെത്തി ഇതിനെ വികസിപ്പിക്കാനും മറ്റും സാധിക്കും. കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. ഇറ്റ് പ്രൊവൈഡ് എ കണ്ടിന്യൂസ് ആൻഡ് റെഡി മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് സെക്യൂരിറ്റീസ്. അതായത് എന്താണ്, എപ്പോഴുമുള്ള റെഡി മാർക്കറ്റാണ്. നമുക്ക് എപ്പോഴും ചെന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പറ്റാവുന്ന ഒരു മാർക്കറ്റാണ്. മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്. അതായത് സേവിങ്ങുകളെ മൊബിലൈസ് ചെയ്യുകയും അത് ഇൻവെസ്റ്റ്മെൻറ്റുകളായി മാറ്റാൻ സഹായിക്കും. ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പബ്ലിഷസ് ദ കറക്റ്റ് പ്രൈസ് ഫോർ വേരിയസ് സെക്യൂരിറ്റീസ്. അതായത് കറക്റ്റായിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ വില കൃത്യമായി പറയുകയും അത് പറയുന്നതിലൂടെ തന്നെ ആൾക്കാർക്ക് റിട്ടേൺ കറക്റ്റായിട്ട് കിട്ടുവാനും അതിലൂടെ ഈ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാനും സഹായിക്കും. വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ആർ റെക്കോർഡഡ് ആൻഡ് മെയ്ഡ് പബ്ലിക്. അതായത് എന്താണ്, സെക്യൂരിറ്റീസിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വിലയും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്നതുകൊണ്ട് ആ കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജനറൽ പബ്ലിക്കിന് എപ്പോഴും സാധിക്കും. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇറ്റ് പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു
പണം അല്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല. കാരണം ഷെയർ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇൻഡസ്ട്രീസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. Listing of security. Listing of security means permission to quote share and debentures officially on the trading floor of the stock exchange. എന്താണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ ഷെയറും ഡിബഞ്ചേഴ്സും വിൽക്കാൻ ഒഫീഷ്യലി നൽകുന്ന പെർമിഷനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുക. അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. അഡ്വാൻറ്റേജസ് ഓഫ് ടു കമ്പനി, അതായത് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജ് എന്നത് ഇറ്റ് പ്രൊമോട്ട് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. അതായത് എപ്പോഴും നമ്മളുടെ സെക്യൂരിറ്റി വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു സ്ഥലം, മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നു. അതായത് അതുപോലെ തന്നെ എപ്പോഴും സെക്യൂരിറ്റിക്ക് ലിക്വിഡിറ്റി ഉണ്ടാകുന്നു. പ്രസ്റ്റീജ്, അതായത് കമ്പനി വില കൂടുന്നതിനനുസരിച്ച് കമ്പനി വളരെ സ്ട്രോങ് ആണ് എന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയും അതുകൊണ്ട് നമ്മളുടെ കമ്പനിക്ക് അതിൻ്റെ വാല്യൂ വർദ്ധിക്കുകയും ചെയ്യും. വൈഡ് പബ്ലിസിറ്റി നൽകും. ക്യാപിറ്റൽ ബിക്കം ഈസി, അതായത് പണം കണ്ടെത്തുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലാതായി മാറി. ആൻഡ് ടാക്സ് അഡ്വാൻറ്റേജസ് കമ്പനി. അഡ്വാൻറ്റേജ് ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നേരത്തെ നമ്മൾ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്, ഇറ്റ് പ്രൊവൈഡ് സേഫ്റ്റി ഓഫ് ഡീലിങ്സ്. അതായത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വളരെ സേഫ് ആയിട്ടുള്ള ഡീലിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് അതുപോലെ തന്നെ ക്വിക്ക് ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടൈം ഓഫ് നീഡ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കും. ഇറ്റ് ഗീവ് ടാക്സ് അഡ്വാൻറ്റേജ്, അതായത് ചില ടാക്സ് എക്സംഷനുകളും മറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് കമാൻഡ് ഹൈ കൊളാട്രൽ വാല്യൂ ഫോർ ദ പർപ്പസ് ഓഫ് ബാങ്ക് ലോൺ. ബാങ്ക് ലോണുകൾക്കെല്ലാം കാര്യങ്ങൾ പെട്ടെന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ആൻ ഇൻഡയറക്റ്റ് ചെക്ക് അഗെയിൻസ്റ്റ് മാനിപ്പുലേഷൻ ബൈ ദ മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റുകൾക്ക് മാനിപ്പുലേഷൻ നടത്താനുള്ള അവസരം നഷ്ടപ്പെടും. ഡിസഡ്വാൻറ്റേജ് ടു ലിസ്റ്റിംഗ്. ലിസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്താണ്? അതായത് സ്പെക്കുലേഷന് അവസരം നൽകും. അതായത് വില കൂടുകയോ കുറയുകയോ എന്ന് വിചാരിച്ചാൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവസരം കിട്ടും. സംടൈം ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ സബ്ജക്റ്റഡ് ടു വൈഡ് ഫ്ലക്ച്വേഷൻ ഇൻ ദെയർ വാല്യൂസ്. ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ വിലയിൽ വലിയ രൂപത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. ഇറ്റ് ഡിസ്ക്ലോസ് വൈറ്റൽ ഇൻഫർമേഷൻ സച്ച് ആസ് ഡിവിഡൻഡ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ് എക്സെട്ര. അതായത് കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഓപ്പണൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് അവൈലബിൾ ആവും. കമ്പനി ഹാസ് ടു സ്പെൻഡ് ഹെവിലി ഇൻ ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് സെക്യൂരിറ്റീസ് വിത്ത് പബ്ലിക്. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് സംസാരിച്ചു. എന്താണ് 1887 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ 70 to 80% ട്രാൻസാക്ഷൻസ് നടക്കുന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. സം ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് അബൌട്ട് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ലോഞ്ച് ചെയ്തത്. ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സ്, USD അപ്ഡേഷൻ, BSE സെൻസെക്സ് ആൻഡ് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റഡ് ഇൻ്റർനെറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പോളിസി. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ബൈ ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള പോളിസി എല്ലാം തുടങ്ങിയത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. BSE ഹാസ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു അക്വയർ ISO ഓതറൈസേഷൻ. ISO ഓതറൈസേഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രൈവറ്റ് സർവീസ് ഇക്കണോമിക് ട്രെയിനിങ് നൽകുന്ന ആദ്യത്തെ എക്സ്ചേഞ്ചാണ്. അതുപോലെ തന്നെ ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കുന്നതിന് പറയുന്ന പേരാണ് BSE സെൻസെക്സ്. അതുപോലെ തന്നെ
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1992 ബട്ട് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ 1994. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതെങ്കിലും 1994 അതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങിയത്. നിഫ്റ്റി എന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ള ഇതിൻ്റെ പേര്. ദ നിഫ്റ്റി സിമിലർലി സെൻസെക്സ് ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് 50 ടോപ്പ് മേജർ കമ്പനീസ് ഇൻ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് 50 ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട 50 മേജർ കമ്പനീസിൻ്റെ ഷെയറിനെ നമ്മൾ നിഫ്റ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് NSE. എന്താണ് ഒബ്ജക്റ്റീവ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഷുർ ഈക്വൽ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ്, ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് and transparent dealing of securities through electronic system, to set up a national-wide trading facility for all type of securities, to enable book entry settlement and short settlement cycle, to meet international benchmark and standards. Market segment of National Stock Exchange. NSE trade in the following two segments. പ്രധാനമായിട്ട് 2 മേഖലകളിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്നത്. ഹോൾസെയിൽ ഡെപ്ത് മാർക്കറ്റ് സെഗ്മെൻറ്റ്. എന്താണ്? ദിസ് സെഗ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോണ്ട് ഇഷ്യൂഡ് ബൈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, ട്രഷറി ബിൽസ്, commercial papers, certificates of deposits, mutual funds, corporate debentures, etc. Capital market system. This segment of NSE provides a platform for transparent and fair trading of equity, preference share, debentures, exchange trade, fund as well as retail of government securities. ഇത്രയാണ് നമ്മൾ ഈ ഇക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.